ഞങ്ങളിപ്പോൾ കൊവൻട്രി പട്ടണമധ്യത്തിൽ ഒരു ബസ് കാത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നുവല്ലോ, ഞങ്ങൾ 3-4 ദിവസമായി ഇവിടെയാണ് താമസം. മാളു ഇവിടെയാണ് ജീവിക്കുന്നത്. അവൾ രാവിലെ ജോലിക്ക് പോയപ്പോൾ ഞങ്ങളും സവിശേഷമായ ഒരു സ്ഥലം കാണാനായി ഇറങ്ങിയതാണ്. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ എവോൺ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പലർക്കും അറിയുന്ന സ്ഥലമാവും. വിശ്വകവി എന്ന് നമ്മൾ വിളിക്കുന്ന ഷേക്സ്പിയർ ജീവിച്ചിരുന്ന സ്ഥലമാണ്. കൊവൻട്രിയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം. ആയതിനാൽ ഒരു ബസ്സിൽ കയറി ഞങ്ങൾ അവിടേക്ക് പുറപ്പെട്ടു. ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. ആദ്യമേ കയറി അതിൻ്റെ മുകൾ നിലയിൽ ഏറ്റവും മുന്നിലായി സ്ഥലം പിടിച്ചു. ഞാൻ കരുതിയിരുന്നത് ഡബിൾ ഡെക്കർ ബസ്സുകൾ സിറ്റി സർവീസ് മാത്രമാണ് നടത്തുന്നത് എന്നാണ്. എന്നാൽ ലണ്ടനിലും ഇത്തരം ബസ്സുകൾ ഉപഗ്രഹ പട്ടണങ്ങളിലേക്ക് നീണ്ട ദൂരം ഓടുന്നത് കണ്ടു. ഇത്തരം ബസ്സുകൾ UK പട്ടണങ്ങളിലെ വളരെ സജീവമായ പൊതുഗതാഗത സംവിധാനമാണ് എന്ന് കാണാം. എന്തായാലും ഡബിൾ ഡെക്കർ ബസ്സായത് നന്നായി. മുകളിലിരുന്ന് വഴിക്കാഴ്ചകൾ നന്നായി ആസ്വദിച്ച് യാത്ര ചെയ്യാം. അല്പം മുകളിൽ നിന്ന് കാണുന്നത് കാഴ്ചകൾക്ക് മറ്റൊരു മാനവും അല്പം കൂടി പൊലിമയും നൽകും. കൊവൻട്രി പട്ടണത്തിലൂടെ കുറേ ദൂരം ഓടിയതിനു ശേഷം ബസ് ഹൈവേയിലേക്ക് കയറി. അതിനുശേഷം വെസ്റ്റ് മിഡ്ലാൻഡിലെ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും കയറിയിറങ്ങി ഓടാൻ തുടങ്ങി. പട്ടണങ്ങൾ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ് ഒട്ടൊക്കെ ജനസാന്ദ്രമാണെങ്കിൽ ഗ്രാമങ്ങളിൽ കൂടുതലും കാണുന്നത് കൃഷിയിടങ്ങളാണ്. യൂറോപ്പിൻ്റെ മെയിൻലാൻഡുമായി താരതമ്യം ചെയ്യുമ്പോൾ UK ചെറു പട്ടണങ്ങൾ പോലും ജനസാന്ദ്രത കൂടിയാണ് കാണപ്പെടുന്നത്. യൂറോപ്പിലെ വിദൂരമായ ചെറു പട്ടണങ്ങളിലൂടെ പോകുമ്പോൾ പലപ്പോഴും തോന്നുക അവയൊക്കെ ജനങ്ങൾ ഉപേക്ഷിച്ചു പോയ ഇടങ്ങളാണ് എന്നാണ്. ഒരു മനുഷ്യനെപ്പോലും പുറത്ത് കാണാനാവില്ല. എന്നാൽ UK ചെറു പട്ടണങ്ങളിൽ കുറച്ചെങ്കിലും ആളുകളെ നിരത്തിൽ കാണാം. അത് നമുക്ക് ഒരു സുപരിചിതത്വം അനുഭവിപ്പിക്കും. ഏതാണ്ട് 1.5 മണിക്കൂർ ബസ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മനാട്ടിലെത്തി. അവോൺ നദിക്കരയിലുള്ള ഈ ചെറിയ പട്ടണം ഇപ്പോൾ സഞ്ചാരികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഷേക്സ്പിയറിൻ്റെ കൃതികളെ കാര്യമായി അറിയുന്ന സാഹിത്യകുതികൾ മാത്രമല്ല ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് എന്നനുമാനിക്കാം. പൊതുവായി വിശ്വസാഹിത്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ബിംബമായി ഷേക്സ്പിയർ മാറിയിട്ട് നൂറ്റാണ്ടുകളായിരിക്കുന്നു. അത് ഭാഷയുടെ ശക്തിയാണ്. അത് സാഹിത്യത്തിൻ്റെ ശക്തിയാണ്. അതിലെല്ലാം ഉപരി മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തുടരുന്ന കഥ പറയൽ എന്ന സർഗാത്മക പ്രവൃത്തിയുടെ ശക്തിയാണ്. ഞങ്ങൾ ഷേക്സ്പിയറിൻ്റെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. മനോഹരമായ ഒരു പാതയാണ്. ഏത് UK പട്ടണത്തെയും പോലെ പഴമയുടെയും പുതുമയുടെയും സങ്കലനം. 17 കൊല്ലങ്ങൾക്ക് മുൻപ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാമതൊരിക്കൽ കൂടി സന്ദർശിക്കുന്ന വളരെ അപൂർവം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടം. നിരത്തിൻ്റെ രീതികളും സവിശേഷമായ സ്ഥലങ്ങളുള്ള ഭാഗങ്ങളും സിനിക്ക് കുറച്ചൊക്കെ ഓർത്തെടുക്കാനായി. എന്നാൽ എൻ്റെ ഓർമ്മ കാര്യമായി മങ്ങിയിരിക്കുന്നു. പുതിയ ഒരു സ്ഥലത്ത് എത്തിയതുപോലെയാണ് എനിക്കിവിടം അനുഭവപ്പെട്ടത്. ഷേക്സ്പിയർ ഭവനത്തിൻ്റെ രൂപം മാത്രമാണ് അല്പമെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്നത്.
അതിനു മുന്നിൽ നിന്ന് അന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തിരുന്നു. അത് ഇടയ്ക്കെങ്കിലും കാണുന്നത് കൊണ്ടാവാം വീടിൻ്റെ ഓർമ്മ കിട്ടിയത്. ഷേക്സ്പിയർ ഭവനം ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. അതിനകത്തേക്ക് കയറി. സിനിയും ഞാനും 7 വർഷം ഇംഗ്ലീഷ് സാഹിത്യം മുഖ്യ വിഷയമായി പഠിച്ചതാണ്. അതിനാൽ ഷേക്സ്പിയർ ഞങ്ങൾക്ക് അപരിചിതനായ വ്യക്തിയല്ല. ഞങ്ങൾ കണ്ടുമുട്ടുന്ന കാലത്ത് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ ഞങ്ങളുടെ പാഠ്യപദ്ധതിയുടെ മുഖ്യ ഭാഗമായിരുന്നു. അതിനാൽ തന്നെ അക്കാലത്തെ ഞങ്ങളുടെ ദൈനംദിനങ്ങളുടെ ഭാഗവും. അന്ന് വായിച്ചിട്ടുള്ളതല്ലാതെ പിൽക്കാലത്ത് ഷേക്സ്പിയറിൻ്റെ ഏതെങ്കിലും കൃതി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വായിച്ചിട്ടുണ്ടോ എന്നുറപ്പില്ല. എങ്കിലും വിശ്വസാഹിത്യത്തിലെ ഒരു പിതൃരൂപം പോലെ ഷേക്സ്പിയറും അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രപഞ്ചവും ഉള്ളിലുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ പ്രഹേളിക സ്വഭാവത്തെക്കുറിച്ച് എഴുതേണ്ടിയും പറയേണ്ടിയും വന്നിട്ടുള്ള അവസരങ്ങളിൽ ഞാൻ ഏറ്റവും കോട്ട് ചെയ്തിട്ടുണ്ടാവുക ഷേക്സ്പിയറിൻ്റെ വാക്യങ്ങളാവും. ഷേക്സ്പിയർ ഭവനത്തിലൂടെ നടക്കുമ്പോൾ ജീവനക്കാരായ 2 കുട്ടികളോട് ഞാൻ അവിടുത്തെ സന്ദർശക ഡയറി എവിടെയാണ് എന്ന് അന്വേഷിച്ചു. അങ്ങനെയൊന്ന് ഇവിടെ ഉള്ളതായി അറിയില്ല എന്നവർ പറഞ്ഞു. 17 വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്ദർശക ഡയറി ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. എനിക്ക് അന്ന് ഞാൻ എഴുതിയതിൻ്റെ ഒരു ചിത്രമെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. 17 വർഷം മുൻപോ എന്ന കുട്ടികൾ അത്ഭുതം കൂറി. ഹൈസ്കൂളിൽ നിന്നോ മറ്റോ പാർട്ട് ടൈം ജോലി ചെയ്യാൻ എത്തിയതാവും അവർ. കഴിഞ്ഞ തവണ ഞങ്ങളിവിടം സന്ദർശിക്കുമ്പോൾ അവർ ഒരുപക്ഷെ ജനിച്ചിട്ടുണ്ടാവില്ല. 17 വർഷങ്ങൾക്ക് മുൻപ് ഇവിടം സന്ദർശിക്കുമ്പോൾ ഇനി ഒരിക്കൽ കൂടി ഇവിടെ എത്തും എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല. ജീവിതത്തിനും യാത്രയ്ക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ പദ്ധതിയിടുന്ന വഴികളിലൂടെയല്ല അത് നമ്മളെ കൊണ്ടുപോവുക. അന്ന് പ്രൈമറി സ്കൂളിൽ പഠിക്കുകയായിരുന്ന മകൾ പിന്നീടൊരു കാലത്ത് ഉദ്യോഗസ്ഥയായി ഇവിടെ എത്തുമെന്നും തൊട്ടടുത്തുള്ള ഒരു പട്ടണത്തിൽ താമസമാക്കും എന്നുമൊക്കെ എങ്ങനെ കരുതാനാണ്. ഒരു തരത്തിൽ ഇത്തരം അനിശ്ചിതത്വമാണ് യാത്രകളെപ്പോലെ ജീവിതത്തെയും രസനീയമാക്കുന്നത്. ഷേക്സ്പിയർ ജനിച്ചത് ഈ വീട്ടിലാണ് എന്ന് കരുതപ്പെടുന്നു. ഷേക്സ്പിയറിൻ്റെ അച്ഛൻ തുകൽ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹവും കുടുംബവും ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതിനാൽ സ്വാഭാവികമായും ഷേക്സ്പിയർ ജനിച്ചതും വളർന്നതും ഇവിടെയാണ് എന്ന് അനുമാനിക്കാം. 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാവണം ഈ വീട് നിർമ്മിച്ചത്. വീടിൻ്റെ പിന്നിലായി ഒരു നടുമുറ്റവും ഉദ്യാനവുമുണ്ട്. ഉദ്യാനത്തിൻ്റെ ഒരതിരിൽ ടാഗോറിൻ്റെ പ്രതിമ കണ്ടത് ആശ്ചര്യപ്പെടുത്തി. ഇവിടെ അതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ലോകത്തിലെ അതിപ്രശസ്തരായ എത്രയോ സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ നിന്നും ടാഗോറിൻ്റെ ഓർമ്മയ്ക്ക് ഇവിടെ സ്ഥാനം ലഭിച്ചു എന്നത് ഇന്ത്യക്കാർക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഷേക്സ്പിയറിൻ്റെ വീടിരിക്കുന്ന ഭാഗത്തു നിന്നും ഞങ്ങൾ പോയത് ഹോളി ട്രിനിറ്റി പള്ളിയിലേക്കാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഉള്ളത്. 52 വയസ്സുവരെയാണ് ഷേക്സ്പിയർ ജീവിച്ചിരുന്നത്. ഈ കാലയളവിനിടയ്ക്ക് അത്ഭുതകരമാം വിധം വൈവിധ്യമുള്ള സാഹിത്യശേഖരമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത്. ഇതിഹാസമാനമുള്ള പ്രമേയങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചു. അക്കാലത്തെ ബ്രിട്ടൻ്റെ കോളനൈസേഷൻ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ലോകത്താകമാനം സ്വീകാര്യത ഉണ്ടാക്കിയത് ഷേക്സ്പിയർ കൃതികൾക്ക് വ്യാപകമായ അനുവാചക വൃന്ദത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഞങ്ങൾ ബസ്സിറങ്ങിയ പട്ടണത്തിൻ്റെ ജംഗ്ഷൻ എന്ന് പറയാവുന്ന ഭാഗത്തു നിന്നും നദിക്കരയിലൂടെ ഒരു 10 മിനിറ്റ് നടക്കണം പള്ളിയിലെത്താൻ. നദീതീരത്തിലെ ഉദ്യാനത്തിലൂടെ നടക്കാം. നദിയും നദീതീരത്തെ ഉദ്യാനവുമൊക്കെ ചേരുന്ന സുന്ദരവും ലളിതവുമായ പരിസരമാണ് ഈ ഭാഗം. അതിനരുനിൽക്കുന്നതാണ് നദിക്കരയിൽ തന്നെയുള്ള പൗരാണികതയും
ആഠ്യത്വവും സങ്കലിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പള്ളി. ഷേക്സ്പിയറിനെ മാമോദീസ മുക്കിയത് ഈ പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ ഉള്ളതും ഇതിൻ്റെ ഉള്ളിലായിട്ടാണ്. ഈ ഒരു കാരണം തന്നെയാണ് പള്ളിയെ ഏറ്റവും പ്രശസ്തമാക്കുന്നതും സഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമാക്കുന്നതും. പള്ളി അതിൻ്റെ വാസ്തുചാരുതിയിലും അത്രയും തന്നെ മനോഹരമാണ്. പള്ളിയെ ഏറ്റവും മനോഹരമാക്കുന്നത് സ്റ്റെയിൻഡ് ഗ്ലാസ് പതിപ്പിച്ച ജാലകങ്ങളുടെ സമൃദ്ധിയാണ്. 13-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കാണുന്ന ഈ നിർമ്മിതി 15-ാം നൂറ്റാണ്ടിൽ നിന്നാണ്. പള്ളിയിൽ നിന്നും ഇറങ്ങി അവോൺ നദിക്കരയിലൂടെ പട്ടണമധ്യത്തിലേക്ക് നടന്നു. നദിയിൽ അരയന്നങ്ങൾ നീന്തുന്നു. മരങ്ങളിൽ പക്ഷികൾ ചിലയ്ക്കുന്നു. ഈ നദിക്കരയിൽ നിന്നാവുമല്ലോ ഷേക്സ്പിയർ തൻ്റെ ഉജ്ജ്വല കഥാപാത്രങ്ങളെ ഭാവനയിൽ നിർമ്മിച്ചെടുത്തിട്ടുണ്ടാവുക. ജൂലിയറ്റും ഡെസ്ഡിമോണയും ഹാംലെറ്റും മാക്ബത്തും ഒഥല്ലോയും ഉരുത്തിരിഞ്ഞു വന്ന ഭാവനാലോകത്തിൻ്റെ നദീതീരത്തുകൂടിയാണ് നടക്കുന്നത് എന്നാലോചിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. യാത്ര ചെയ്യാത്ത സമുദ്രങ്ങളിലൂടെ, സ്വപ്നം കാണാത്ത തീരങ്ങളിലൂടെ എന്ന വാക്യം വിൻ്റേഴ്സ് ടെയിൽ എന്ന ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ നിന്നുള്ളതാണ്. യാത്ര ചെയ്യുന്ന ഒരാളെ വീണ്ടും വീണ്ടും സഞ്ചിയുമായി വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഈ മനോഹര കാവ്യവും ഓർത്തുകൊണ്ട് ഞങ്ങൾ ആ വിശ്വകവിയുടെ ജന്മദേശത്ത് നിന്നും മടങ്ങി.